അമിത്ഷാ, നിങ്ങളൊന്ന് തമിഴ്നാട്ടിലേക്ക് ഒരു എത്തിനോട്ടം നടത്തണം. രാജ്യത്തെ മുസ്ലിങ്ങളോട് നോ പറയുന്ന കേന്ദ്രത്തോട് നോ പറഞ്ഞിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഹൈന്ദവർ. വിപ്ലവമാണ് അവർ അവിടെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. DMK രംഗത്തിറക്കിയത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകളെയാണ്. അവർ തെരുവിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവരുടെ നെറ്റിയിൽ കുങ്കുമമുണ്ടായിരുന്നു. ഹൈന്ദവ ആചാരപ്രകാരമാണ് അവർ ജീവിക്കുന്നത്. അതേ ആചാരത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് അവർ തെരുവിലിറങ്ങിയിട്ടുള്ളത്. പക്ഷേ അവർ മുദ്രാവാക്യം വിളിക്കുന്നത് രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ്. 65 കേന്ദ്രങ്ങളിലും തമിഴ്നാട് വിപ്ലവം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. DMK മുന്നിലോട്ട് കൊണ്ടുപോയത് മതേതരത്വത്തെ ആണെങ്കിൽ ആ മതേതരത്വത്തെ കണ്ട് തമിഴ്നാട്ടിലെ BJP ഒന്ന് വിറച്ചുപോയി കാണാം. അമിത്ഷയും കൂട്ടരും ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ഇന്ത്യയാണ്. ഇത് ഗാന്ധിജിയുടെ ഇന്ത്യയാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇന്ത്യയാണ്, ഖാൻ അബ്ദുൽ ഗഫാർ ഖാന്റെ ഇന്ത്യയാണ്. അങ്ങനെ മതേതരത്വത്തിന്റെ വിപ്ലവം സൃഷ്ടിച്ചവരുടെ രാജ്യമാണ് ഈ ഇന്ത്യ. ഇവിടെ ഒരു വികാരമുണ്ട്, ഇവിടെ ഒരു വസ്തുതയുണ്ട്, ഒരു വലിയ സത്യമുണ്ട്. ആ സത്യം രാജ്യത്തെ പൊതുജനങ്ങളുടെ മനസ്സിനകത്താണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലായിരിക്കാം അവർ, പക്ഷെ അവർക്ക് മുസൽമാനെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ ഒന്ന് നോവും. കാരണം മനുഷ്യന്റെ വേദന തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളാണ് അവർ. നിങ്ങൾക്കതില്ലല്ലോ, നിങ്ങൾക്കതില്ലാതെ പോയി. നിങ്ങളുടെ ശരീരത്തിനകത്ത് ചുവന്ന നിറത്തിലുള്ള അതേ രക്തമാണ് മറ്റുള്ളവരിലും ഉള്ളത് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാവാത്തതാണ് നിങ്ങളുടെ പരാജയം. നിങ്ങളങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വം പൊതുജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെ അങ്ങനെയൊന്നും ഒരു പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് വേട്ടയാടാൻ വേണ്ടി സാധിക്കുകയില്ല. അവർക്ക് ചുറ്റും നല്ലവരായിട്ടുള്ള ഹൈന്ദവരുണ്ട്. അവരുടെ കൈകൾ പിടിച്ച് അവരെ തോളോട് തോള് ചേർത്ത് നിർത്താൻ ഈ രാജ്യത്തെ നല്ലവരായിട്ടുള്ള മറ്റുള്ള മതസമുദായങ്ങളുണ്ട് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നല്ലത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.